എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എവിടെ വരെയായി? അത് ആദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ക്രിസ്മസ് ഒക്കെ വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനിയുണ്ടൊരു 4-5 ദിവസം കൂടി. അപ്പോൾ ഇത്തവണ നമുക്ക് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കാരണം നമുക്കങ്ങനെ ഒത്തിരി ആഘോഷങ്ങളൊന്നും നടത്താനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ എങ്കിലും നന്നായിട്ട് പേഴ്സണൽ സേഫ്റ്റി ഒക്കെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, അത് എപ്പോഴും ഓർമ്മയിലിരിക്കണം. എത്രയൊക്കെ ആയാലും ഈ ഒരു അവസ്ഥയൊക്കെ മാറി നമുക്ക് വീണ്ടും എല്ലാം പൂർവ്വസ്ഥിതിയിൽ പഴയൊരവസ്ഥയിലേക്ക് നമ്മൾ എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നല്ലൊരു നാളെ തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്തവണ നമ്മൾ എല്ലാവരും വളരെ സേഫായിട്ട് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ആഘോഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ വീട്ടിലിരുന്ന് ആഘോഷിക്കുമ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് ഇന്ന് മൊമ്മാസ് കിച്ചണിൽ മൊമ്മ ഇവിടെ കാണിക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. വളരെ ഈസി ആയിട്ട് വളരെ ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലേക്ക് പോകാം. മമ്മ അവിടെ എല്ലാം എടുത്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഒരു പാക്കറ്റ് പാല്, അതുകൊണ്ട് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ ചെറിയൊരു പുഡിങ്, ചെറു മധുര. അപ്പൊ നേരത്തെ കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിന് വേണ്ടവർക്ക് ഇത് ചെയ്യാലോ. അപ്പൊ നൊയമ്പ് സീസൺ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം. വേറെ മുട്ടയൊന്നും ചേർക്കണ പുഡിങ് അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് സ്റ്റാർട്ട് ആവാം. അപ്പൊ ഒരു കവറ് പാല് ആദ്യം നമുക്ക് കാച്ചാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് നല്ല തണുത്ത ഇതായിട്ടാട്ടോ ഇരിക്കണത്. ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് അതിൽ നിന്നൊരു സ്വല്പം പാലിങ്ങ മാറ്റിയെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടി. എന്നിട്ടാണ് അതിലേക്ക് കാച്ചാൻ തുടങ്ങുന്നത്. നമുക്കത് കുറച്ച്, അത് ഇന്ന അളവൊന്നുമില്ല, ഇത് കുറച്ച് ഇങ്ങനെ കാണിക്കാം. അപ്പം ഫോട്ടോ പിടിക്കാൻ എളുപ്പം ഇതിങ്ങനെ ഫ്രീസർ ഇത് മതിയാവും. ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാട്ടോ ഞാൻ ഫ്രീസറിലാണ് എപ്പോഴും പാല് സ്റ്റോർ ചെയ്ത് വെക്കുന്ന. 2 ദിവസത്തേക്ക് ഞങ്ങൾ പാല് മേടിക്കും ഇവിടെ. അപ്പം ഫ്രീസറിൽ ഇരുന്നാൽ ഒട്ടും കേടാവൂല. അതുകൊണ്ടായി ഐസ് പോലെ ചെറിയതുള്ളത്. അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മെൽറ്റായി പോകുന്നു. അപ്പം ഇത് ഇവിടെ കിടന്ന് ചൂടാവണ സമയത്ത് അതൊക്കെ ചൂടായി വരട്ടെ. നമുക്ക് ഇതിലേക്ക് പൊടി മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരുവിധം ചൂടായി കഴിയുമ്പോൾ ഇത് അതിലേക്ക് ചേർക്കണം. അത് നമ്മൾ എല്ലാവർക്കും അറിയാം. നമ്മൾ പല പുഡിങ്ങിലും നമ്മളും കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണത്. പിന്നെ പൊടി ചേർക്കണത് ഇതിന് കൂമ്പനെ 1 സ്പൂൺ, 2 സ്പൂൺ മതി. ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. കൈ തട്ടല്ലേ. നമ്മളിത് പാലൊന്ന് ചൂടായി ഇതേ കംപ്ലീറ്റ് ആ കട്ടയൊക്കെ മെറ്റായത് കണ്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ഈ എന്തെന്നതിന് പറഞ്ഞ ഈ സൊല്യൂഷൻ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. കസ്റ്റർഡ് പാലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് അത് കുറുകി വന്നു കഴിയുമ്പോൾ അത് അറിയാലോ. കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിക്കാം. ഇത് പോരെ, മതി. ഒത്തിരി ആയി അതിൻ്റെ കുത്തൽ ടേസ്റ്റ് വന്നാൽ എനിക്കും വലിയ താല്പര്യമില്ല. ഇനി ഒരു സംഭവം നമുക്ക് ചേർക്കാൻ വെച്ചാൽ ഷുഗറും കൂടെ ഈ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഇതിനാവശ്യത്തിന് കുറുകി തുടങ്ങിയില്ലേ, ഇതിനാവശ്യത്തിനുള്ള ഷുഗർ അങ്ങ് ഇത് ചേർത്ത് കഴിഞ്ഞ് ഇത് ഇളക്കി കൊടുക്കണോട്ടോ, അല്ലെങ്കിൽ കട്ടയാവും. കട്ടയായി പിന്നെ ശരിയാവൂല. കട്ടയെന്നല്ല, ഇങ്ങനെ ഒറ്റ ഇത് സെറ്റാവുമല്ലോ. അതൊരു സുഖമില്ലാത്ത പരിപാടി. നമുക്ക് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തേച്ച് വേണമെങ്കിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഷുഗർ അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് ഇന്ന അളവില്ല. ഒത്തിരി മധുരമായ പുഡിങ് ആകുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം അവനവന് ഇഷ്ടം എത്രയാണെന്ന് നമ്മളിപ്പോൾ 6 സ്പൂൺ ഇതിന് ചേർത്തിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതന്നെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരിയോടെ ഒന്ന് കൂടുതൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് നന്നായിട്ട് കുറുകൂല. പിന്നെ ആ പാകം മതി. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കുമല്ലേ, അപ്പം ശരിക്കും ഇതായിക്കോളും. ഇച്ചിരി ഇത് ഫ്ലെയിം ഏറ്റവും സിമ്മിലാട്ടോ കിടക്കണതാണ്. ഏറ്റവും കുറവ് ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അങ്ങ് വങ്ങം പോലെ ആയിപ്പോകും. വേഗം പറ്റിയ പോലെ. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇരുന്ന് നന്നായിട്ട് തണുത്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുള്ളൂ. ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ബർണർ മാറ്റാം. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളാം തണുത്ത് വരാനായിട്ട്.
നമ്മുടെ പുഡിംഗ് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ആദ്യം ഒരു പുഡിംഗ് ട്രേ എടുത്ത് ഒരു സ്വല്പം ബട്ടർ തൂത്തേക്കാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല ബട്ടർ തൂത്തില്ലെങ്കിലും, കാരണം ഇത് പുഡിംഗ് അല്ലേ, വിട്ടുപോരാൻ വിഷമം ഉണ്ടാവില്ല. എന്നാലും ഒരു സ്വല്പം തൂത്തേക്കാം അല്ലേ, തൂക്കാം. ഇതേ ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുക. ഈ ബട്ടർ ഇങ്ങനെ ഇരിക്കുന്ന അറിയാലോ, ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് അതിങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണമല്ലോ സ്വല്പം. പിന്നെ ഈ വിട്ടുപോരണേന് തന്നെയല്ല ഒരു ടേസ്റ്റും കിട്ടുമല്ലോ ഇത് ഇട്ട് കഴിഞ്ഞാൽ. അതാ ഇനി മതിയാവും. ഇനി നമ്മൾ ഇതിന് യൂസ് ചെയ്യണത് മാരിഗോൾഡ് ബ്രിട്ടാനിയയുടെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അത് ബിസ്ക്കറ്റ് അടിയിൽ ലെയറായിട്ട് നിരത്തണം, സെറ്റ് ചെയ്യണം. നമ്മളിത് മറുപുറാട്ടോ ഇങ്ങനെ വെച്ചിരിക്കണത് സോക്കായി വരാനായിട്ട്. ഇതേ ഒരെണ്ണം നടുക്ക് നമുക്ക് വെക്കാം. നമ്മുടെ പുഡിങ് പാത്രം അത്ര വലിയ പാത്രം അല്ലല്ലോ, അടപ്പുള്ളത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇതേ ഉള്ളൂ. പിന്നെ വലുതോരണുള്ളതിന് അടപ്പില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഇതിൽ നിങ്ങളെ കാണിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മീതെ ഇത് മതിയിൽ ഒരു ലെയർ, ഇതിൻ്റെ മീതെ കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കണം. അല്ലേ, നമുക്കൊരു സ്പൂണിൽ കോരി ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് കുതിരണം കേട്ടോ, ബിസ്ക്കറ്റുമായിട്ട് ഇത് മിക്സായി വരണം. കസ്റ്റേർഡ് നന്നായി തണുത്തതിന് ശേഷമാണ് അത് ശരിക്കും തണുത്ത് വെള്ളം പോലെ തണുക്കണം. ഈ ചൂടോടുകൂടി അത് ചെയ്യാൻ പറ്റൂല്ലോ. അത് നന്നായിട്ട് ഒരു ലെയർ നല്ല തിക്കായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കസ്റ്റേർഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് അല്ലേ, അല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇച്ചിരി കൂടെ ഒഴിക്കാം, ഒരു സ്പൂണോട്. ഇനി ഏതാണ്ട് മതിയാവും. ഇനി നമുക്കിതിൽ ഞങ്ങൾ ഒരു ഡെക്കറേഷന് വേണ്ടി സ്വല്പം ടൂട്ടി ഫ്രൂട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട്. മേടിച്ചതാണ് ഞങ്ങൾ. അത് അതിൻ്റെ മീതെ ലെയറായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. മീതെ ഞാനത്ര ഭംഗിയൊന്നും നോക്കണില്ല, ഉള്ളിലേക്ക് പോണ പോർഷൻ അല്ലേ. പിന്നെ ഇത് എന്തിനാ ഈ ഇടയ്ക്ക് ഇതിട്ട് ഒരു ലെയർ കഴിയുമ്പോൾ ഇടണേന്ന് വെച്ചാൽ ഇത് ഒന്ന് കടിക്കണ എപ്പോഴും നല്ലതല്ലേ. വേറെ ഐറ്റം ഒന്നും ഇതിൽ ചേർക്കണില്ലല്ലോ, വേറെ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കണില്ലല്ലോ. ഈ ഡേറ്റ്സോ അല്ലെങ്കിൽ ചെറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അരിഞ്ഞിടാൻ കേട്ടോ. കാഷ്യോ ബദാമോ എന്തെങ്കിലും. നമ്മളിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയുടെ ഈ ലെയർ മാത്രമേ ഇടണുള്ളൂ, മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഇത്രയും കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ കൂടി ബിസ്ക്കറ്റ് വെക്കണം. ഇനിയും ബിസ്ക്കറ്റ് വെക്കണം. ബിസ്ക്കറ്റ് മാത്രമേ നമ്മളിതിൽ വെക്കണുള്ളൂ. ഈസി പുഡിങ്ങാ, ഈസി, വളരെ ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ മുതിർന്നവരുടെ പ്രസൻസിൽ കുട്ടികൾക്ക് വരെ തയ്യാറാക്കി എടുക്കാമായിരുന്നു അല്ലേ. ആകെ കസ്റ്റർഡ് ക്രീം ഉണ്ടാക്കണമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഇതല്ലേ ഉള്ളൂ. ഇതുപോലെ ബിസ്ക്കറ്റ് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ മതിയായിരിക്കും. നമുക്ക് ഏതായാലും ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെച്ചിട്ടൊന്ന് സെറ്റായോ എന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. എല്ലായിടവും ശരിക്കും ഞവട്ടയും ഡ്രൈ ആയിരിക്കണ ഇതായതുകൊണ്ട് ബിസ്ക്കറ്റ് ഡ്രൈ ആയല്ലേ ഇരിക്കണേ. അപ്പം അതിലേക്ക് ശരിക്ക് കുതിർന്ന് ഇറങ്ങിക്കോളും ക്രീമേ, ഈ കസ്റ്റർഡ്. അപ്പം നല്ല നല്ല കുതിർന്ന് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മതിയായിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സലാഡ് പോലെ കഴിക്കാം. ചില ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് അതുപോലെ. അതങ്ങ് നീ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ടെടുത്തോ, നീ അല്ലേ ഇതിൻ്റെയൊക്കെ കൊതിച്ച് ആൾ കൊടുത്ത പോരെ. ഇതാ ഒത്തിരി ഇതായാലും പിന്നെ ഇനി നമുക്ക് ബിസ്ക്കറ്റ് വെക്കണ്ട കേട്ടോ. ഇപ്പം 2 ലെയർ ബിസ്ക്കറ്റ് ഓൾറെഡി ആയി. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടി ആണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഇടുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മീതെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇത് വെച്ചിട്ട് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ മീതെ വെക്കാം. ഇപ്പം നമുക്ക് റെഡ് ആൻഡ് ഗ്രീൻ മീതെ വെച്ച് കൊടുക്കാം. ഞാൻ എടുക്കാറ് സെലക്ട് ചെയ്യും. അപ്പം ആദ്യം നീ പറഞ്ഞതുപോലെ ഡെക്കറേഷൻ റെഡ് ആൻഡ് ഗ്രീൻ അല്ലേ. ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ വെക്കുന്നത്. എനിക്ക് ആ ഐഡിയ പോയില്ലായിരുന്നു. മകൾ എന്നോട് പറഞ്ഞു ക്രിസ്മസ് ഇതല്ലേ, അപ്പം നമുക്ക് മീതെ റെഡ് ആൻഡ് ഗ്രീൻ കൊടുക്കാമെന്ന്. ശരി, ഓക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ ഐറ്റം. നമുക്ക് ഗ്രീൻ ഇട്ടാലോ? ഗ്രീൻ ഇടാം.
കുറച്ച് റെഡും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ അങ്ങ് ചെയ്തേക്കാം. ന്യൂ ഇയറിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിംഗ് ആണ്. ന്യൂ ഇയറിന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് വേറൊരു പുഡിങ് കാണിക്കാൻ. മിക്കവാറും ഞങ്ങൾ കാണിക്കാൻ കേട്ടോ. അത് ന്യൂ ഇയറിൻ്റെ തലേദിവസമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാൻ. ചെയ്തിട്ടില്ല. ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇട്ട് തരാം. അത് നല്ല, അതും സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്. ഇച്ചിരി കൂടെ ഒരു വർക്കുണ്ട് അതിനെ, പക്ഷേ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇത് മതിയാവൂല്ലോ അപ്പം. അതെ. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ പടം എടുത്തോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടയ്ക്കാം. ഞങ്ങൾ പുഡിംഗ് ട്രേ അടയ്ക്കുവാണ്. എന്നിട്ട് അതിലിടാം. മറിക്ക് 1 മിനിറ്റ് അടയ്ക്കട്ടെ. അടച്ചോ. ഈ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. എടുത്തോ. കാണിച്ചിട്ട് വയ്ക്കാം. അപ്പേനെ കാണിക്കാൻ കൊണ്ടുപോവുക. അഭിപ്രായം, ഫൈനൽ അഭിപ്രായം അറിയാം. ബിസ്ക്കറ്റും കസ്റ്റർഡ് ക്രീമും മാത്രം, പിന്നെ ടൂട്ടി ഫ്രൂട്ടി നമുക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കാം. തട്ടരുത്, എനിക്ക് സ്ലോ ആയിട്ട് ഇവിടെ നടന്നു പോരാനും എനിക്ക് ഭയങ്കര ഫാസ്റ്റ് ഇല്ല ഞാൻ. നമുക്ക് ഈ തട്ടയിൽ ഇങ്ങനെ വെച്ചേക്കാം. ഞാൻ കുറേയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇതേ ഇവിടെ ഇരിക്കട്ടെ. സമയം ഒന്ന് നോക്കിയാലേ ഇപ്പം എത്രയാണെന്ന്. സമയം 12 ആയോ? 12 മണി. 12. അപ്പം നമുക്കൊരു 1, 2, 3 മണിയാകുമ്പോൾ ഒന്ന് നോക്കാം. എന്നിട്ട് എടുത്തിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് ടൈം പറയാം. അടയ്ക്കട്ടെ. 3:30 ആയി കേട്ടോ. ഞങ്ങൾ 12 മണിക്കോട് കൂടി ഇത് വെച്ചതാ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇടയ്ക്ക് ആരും തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിക്കഴിഞ്ഞേച്ച് പറയാം ആരാ ഇതിൽ തുറന്നേക്കണേന്ന്. ഇവിടെ ചില പൂച്ചകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക്. അടിപൊളി, നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടറിയാം, സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിലാരോ കൈ കടത്തിയിട്ടുണ്ട് എന്തായാലും. ചില ടൂട്ടി ഫ്രൂട്ടി ഒക്കെ അനങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ. എനിക്ക് പിടി കിട്ടിയ ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇന്ന് നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാം. സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എടുക്കട്ടെ. ഒരു പീസ് ഇതിന്ന് എടുക്കലല്ലേ, നിറഞ്ഞിരിക്കണോണ്ടുള്ള വിഷയം. പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ എടുക്കാൻ. പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പുഡിംഗ് ആണ് കേട്ടോ. നല്ല പാകം മധുരം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ബിസ്ക്കറ്റിന്റെ ലെയർ കാണാം. ഞങ്ങൾ ഈ പാത്രം കറക്റ്റ് സൈസ് ആയത് കാരണം മുറിച്ചെടുത്തപ്പോൾ ഇത്തിരി അത് പൊട്ടി പോകുന്നതാണ് കേട്ടോ. കാരണം കറക്റ്റ് സൈസ് പാത്രം ആയതുകൊണ്ട് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നതല്ലേ, അപ്പൊ അത് ഇച്ചിരി ഒന്ന് പൊട്ടിപ്പോരും. സ്വല്പം പോരും അത്. അതെ അതെ. അല്ലെങ്കിൽ ഇച്ചിരി വിസ്തൃതമായിട്ടാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഇതിപ്പോ ചെറിയ പാത്രമാണ്, അതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് മുറിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അടുത്ത സെറ്റ് എടുക്കുമ്പോൾ നല്ല സൂപ്പറാവും. ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. അധികം മധുരമൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കി നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക നേരത്തെ തന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് നേർന്നു കൊള്ളുന്നു. ഹാപ്പി ക്രിസ്മസ്.